നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവം നല്ലവനല്ലാതെ നല്ലവനില്ല. ജീവനുള്ള പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകളെ ആചരിക്കാൻ പറഞ്ഞു. അവനവനോട് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. നീ നിന്നെ എന്ന പോലെ തന്നെ എന്റെ സ്നേഹിക്കണം എന്നിവ തന്നെ എന്ന് പറഞ്ഞു. ആ യുവാവിനോട് ഇവയെല്ലാം ഞാൻ എന്റെ വാഹനങ്ങൾ തന്നെ ആദരിച്ചു വരുന്നു, പിന്നെ എനിക്ക് എന്താണ് കുറവുള്ളതെന്ന് ചോദിച്ചു. യേശുവിനോട് പൂർണ്ണനാകുവാൻ നീ ആഗ്രഹിക്കുന്നതിൽ ചെന്ന് നിന്റെ സമ്പാദ്യം വിറ്റ ദരിദ്രന്മാർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിന് ക്ഷേമമുണ്ടാകും. നീ എന്റെ പിന്നാലെ വരികയും ചെയ്യുക. നാലായി വളരെ സമ്പന്നവനായിരുന്നുകൊണ്ട് ഈ വചനം കേട്ട് ദുഃഖിച്ചുകൊണ്ട് പോയി. യേശുനാഥനേശന്മാരോട് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസമാകുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യയുടെ കുഴികൾ കൂടെ കൊടുക്കുന്നതാവുന്നു. ശിഷ്യന്മാർ കേട്ടപ്പോൾ എത്രയും വിസ്മയിച്ചു. അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആ കഴിയുമെന്ന് ചോദിച്ചു. യേശു പുരാൻ വരെ സൂക്ഷിച്ചു നോക്കിയവരോട്, ഇത് മനുഷ്യൻ കഴിയുന്നതല്ല,